ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇതുപോലുള്ള മൾട്ടിമീഡിയ സ്പീക്കറുകൾ സർവീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഈ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ കാണണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കൈവശമുള്ള ഏത് സ്പീക്കറായാലും നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നേരെ വീഡിയോയിലേക്ക് പോകാം. എയ്സർ എന്ന് പറയുന്ന കമ്പനീൻ്റെ ഒരു മൾട്ടിമീഡിയ സ്പീക്കറാണ് എൻ്റെ കൈവശമുള്ളത്. ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി 5 വോൾട്ട് USB സപ്ലൈ തന്നെയാണ് വരുന്നത്. ഒന്നുകിൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലെ ചാർജറിലൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ പവർ ഓൺ ആക്കിയപ്പോൾ ഓക്കെ ആണ്. ഇതൊരു കസ്റ്റമർ എനിക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി തന്ന സെറ്റാണ്. അപ്പോൾ ഇതിൽ ഒരു സ്പീക്കറിൽ ചെറുതായിട്ട് സൗണ്ട് വരുന്നുണ്ട്, മറ്റേ സ്പീക്കറിൽ തീരെ സൗണ്ടില്ല. അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ ആ കംപ്ലയിൻ്റാണ് നമ്മൾ നന്നാക്കാൻ പോകുന്നത്. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് 2 സ്ക്രൂ ആദ്യം അഴിച്ചെടുക്കുക. 2 സ്ക്രൂ മാത്രമേ ഉള്ളൂ ഇതിന്. ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കവർ നമുക്ക് ഊരിയെടുക്കാം. അടുത്തത് നമ്മൾ അഴിക്കേണ്ടത് ഇതിൻ്റെ ഈ കൺട്രോളിൻ്റെ നോബാണ്. ആ നോബ് ഉള്ളിൽ ഏതെങ്കിലും സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് അമർത്തി കഴിയുമ്പോൾ പുറകോട്ട് പോരുന്നതായിരിക്കും. അതിനുശേഷം ഇതിൻ്റെ PCB ആണ് ഇരിക്കുന്നത്, അത് പുറകോട്ട് വലിച്ചാൽ ഊരിപ്പോരുന്നതായിരിക്കും. ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിലേതെങ്കിലും വയർ ഏതെങ്കിലും കണക്ഷൻസ് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം മൾട്ടിമീറ്റർ എടുത്തിട്ട് ബസർ മോഡിൽ ഇടുക. മൾട്ടിമീറ്ററിൻ്റെ 2 പ്രോബ് തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ ബീപ്പ് സൗണ്ട് അടിക്കുന്നതാണ് ബസർ മോഡ്, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി മോഡ് എന്നൊക്കെ പറയും. സ്പീക്കറുകൾ രണ്ടും വർക്കിംഗ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ സ്പീക്കറിന് 2 കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷൻ്റെ മുകളിലായിട്ട് നമ്മൾ മൾട്ടിമീറ്റർ വെക്കുമ്പോൾ ബസർ അടിയണം, ബീപ്പ് സൗണ്ട് ഉണ്ടാകണം. അതുപോലെ 2 സ്പീക്കറിൻ്റെ. അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ വയർ നമ്മളെ PCBയിലേക്ക് വരുന്നുണ്ട്. ആ PCB എന്നുള്ള 2 കണക്ഷനും കൂടെ ഈ മൾട്ടിമീറ്റർ വെച്ച് നോക്കുക. അപ്പോൾ ബസർ അടിയണം. ഇനി വയർ എന്തെങ്കിലും കട്ടായി പോയിട്ടുണ്ടെങ്കിലും ബസർ അടിയാതെ വരും. അപ്പോൾ അതറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ PCBൻ്റെ മുകളിലേക്ക് 2 വയർ വെച്ച് 2 വയർ വെച്ച് 4 വയർ ഉണ്ടാവും. അപ്പോൾ ആ 4 വയറും ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ സ്പീക്കറും റെഡിയാണ്, അതേപോലെ തന്നെ അതിൻ്റെ വയറും കണക്ഷനും റെഡിയാണ്. അടുത്ത നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഓക്സ് കേബിളാണ്. ഓക്സ് പിന്നിൻ്റെ മുകളിലായിട്ട് 3 കണക്ഷൻ ഉണ്ടാക്കുക. ഒരു ലെഫ്റ്റ്, ഒരു റൈറ്റ്, ഒരു ഗ്രൗണ്ട്. അതേപോലെ തന്നെ 3 വയറും നിങ്ങളെ ഔട്ടിലേക്ക് ഉണ്ടാവും, PCBയിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഈ 3 പിന്നിൻ്റെ മുകളിലുള്ള 3 കണക്ഷനിൽ ഓരോന്നിൽ വെക്കുക. അപ്പുറത്തുള്ള ഇതിൽ കണ്ടിന്യൂറ്റി ബസർ സൗണ്ട് വരുന്നുണ്ടോ നോക്കുക. അങ്ങനെ 3 ചെക്ക് ചെയ്യുക. നമ്മുടെ ഓക്സ് കേബിളും പിന്നും ഓക്കെയാണ്. ഇവിടെ നമുക്ക് ഒരു ഹെഡ്ഫോണിൻ്റെ ജാക്ക് കാണാം. ഇത് വർക്കിംഗ് ആണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ സെറ്റ് ഓൺ ആക്കിയിട്ട് അതിനുശേഷം നിങ്ങൾ ഓഡിയോ ഇൻപുട്ട് കൊടുക്കുക. അതിനുശേഷം ഈ 2 കണക്ഷൻ തമ്മിൽ ഷോർട്ട് ചെയ്യുക. ആ ഷോർട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റോ അല്ലെങ്കിൽ റൈറ്റോ സ്പീക്കർ വർക്ക് ചെയ്യും. ഇവിടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സൗണ്ട് വരുന്നുണ്ട്. 2 സ്പീക്കറിലും സൗണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലം വന്നിരിക്കുന്നത് ഈ ജാക്കിൻ്റെ ഉള്ളിലാണ്. സോൾഡറിങ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ജാക്കിൻ്റെ ഈ സോക്കറ്റിൻ്റെ എല്ലാ കണക്ഷൻസും അഴിച്ചെടുക്കുക. സോക്കറ്റിൻ്റെ അകത്ത് ഒരു കണക്ഷൻസ് ഉണ്ട്. നമ്മൾ ഹെഡ്സെറ്റ് ഏതെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെഡ്സെറ്റിലെ സ്പാട്ട് കേൾക്കുള്ളൂ. അതിനുവേണ്ടി ഒരു ചെറിയ സ്വിച്ച് പോലത്തെ ഒരു കണക്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഹെഡ്സെറ്റ് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീക്കറിൽ പാട്ട് കേൾക്കും. ഈ സോക്കറ്റിൻ്റെ ഉൾവശത്ത് ആയിട്ട് കണക്ഷൻസ് വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനാകുന്ന പ്ലേറ്റുകൾ, മെറ്റൽ പ്ലേറ്റുകളാണ്. ആ പ്ലേറ്റ് തുരുമ്പെടുത്ത് പോയി. അപ്പോൾ അത് തുരുമ്പെടുത്ത് പോയതുകൊണ്ടാണ് ഇത് കണക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഈ സ്പീക്കറിൽ ഔട്ട് വരാത്തത്. ഈ ജാക്ക് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ജാക്ക് നമ്മൾ ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ സെയിം
ജാക്ക് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ബോർഡിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യുക. ഈ സോക്കറ്റിൻ്റെ ലെഗുകൾ എല്ലാം അടുത്തടുത്താണുള്ളത്. അപ്പോൾ നിങ്ങൾ സോൾഡർ ചെയ്യുമ്പോൾ ഒരെണ്ണം അറ്റത്തിലേക്ക് തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ടായി പോകും. അപ്പോൾ അങ്ങനെ ആകരുത്. നിങ്ങൾ വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഇപ്പോൾ സർവീസ് ചെയ്ത് കഴിഞ്ഞു. ഒരു USB സപ്ലൈ കൊടുത്തിട്ട് ഇത് ഓക്കെ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇവിടെ USB സപ്ലൈ കൊടുക്കുക. അതിനുശേഷം ഓക്സിൻ്റെ പിന്നിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൈ പതുക്കെ തട്ടിക്കുമ്പോൾ സ്പീക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഹമ്മിങ് സൗണ്ട് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഒരു സൗണ്ട് ഇൻപുട്ട് കൊടുത്തിട്ട് ഇട്ടുണ്ടെങ്കിൽ സ്പീക്കറിൽ സൗണ്ട് ഓക്കെ ആയിരിക്കും. അതുപോലെ നമ്മൾ ഇത് നേരെ തിരിച്ച് ഇതേപോലെ തന്നെ ഫിറ്റ് ചെയ്യണം. എങ്ങനെയാണോ അഴിച്ചത് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുക. ഇപ്പോൾ എല്ലാ കവറുകളെല്ലാം അടച്ചു കഴിഞ്ഞു. സൗണ്ട് നമ്മൾ എക്സ്റ്റേണലായിട്ട് ഓക്സ് കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ട്. നമ്മൾ ലാപ്ടോപ്പിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ മൾട്ടിമീഡിയ സ്പീക്കറിൻ്റെ സർവീസ് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും സക്സസ്ഫുള്ളായിട്ട് തന്നെ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കണം. അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കണം. നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ച് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.